Hello dear students, in this video we are going to discuss some previous university questions. Okay, so ഈ വീഡിയോയിൽ നമ്മൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, write the three-dimensional translation matrix for moving an object by -2 units, -4 units and -6 units respectively in x, y and z directions. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ത്രീ-ഡയമെൻഷണൽ ട്രാൻസ്ലേഷൻ മെട്രിക്സ് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ത്രീ-ഡയമെൻഷണൽ ട്രാൻസ്ലേഷൻ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അത് ഹോമോജനസ് ഫോമിൽ എഴുതുമ്പോൾ 4x4 മെട്രിക്സ് ആയിട്ടാണ് എഴുതേണ്ടത്. സോ വി നോ ദാറ്റ് ദ ട്രാൻസ്ലേഷൻ മെട്രിക്സ്, ദ ത്രീ-ഡയമെൻഷണൽ ട്രാൻസ്ലേഷൻ മെട്രിക്സിൻ്റെ ഫോം എന്ന് പറയുന്നത് 100tx, 010ty, 001tez and 0001. ഓക്കെ, സോ ഹിയർ നമ്മൾ ടി എക്സ് എന്ന് പറയുന്നത് എലോങ് എക്സ് ഡയറക്ഷനിലുള്ള ട്രാൻസ്ലേറ്റിംഗ് ഡിസ്റ്റൻസ് ആണ്, ദാറ്റ് ഈസ് -2. ദെൻ ടി വൈ എന്ന് പറയുന്നത് -4, ടി ഇസഡ് എന്ന് പറയുന്നത് -6. ഓക്കെ, സോ മൂന്ന് ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് ട്രാൻസ്ലേഷൻ മെട്രിക്സ് എഴുതുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് പെർഫോം ദ ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻസ് ഓൺ എ പോയിൻറ്റ് 6,4 എന്ന് പറയുന്ന ഒരു സിംഗിൾ പോയിൻറ്റിലോട്ടാണ്, XY പോയിൻറ്റിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ലേഷൻ ഈസ് ട്രാൻസ്ലേറ്റ് ബൈ tx equal to -2 and ty equal to -4, that is translation. Then second one is scaling by xs equal to 2 and xy equal to 1, and the third one is rotate by 90 degree in anti-clockwise direction. Determine the final coordinates of the transformed point. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു പോയിൻ്റ് തന്നിട്ടുണ്ട്, 6,4 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ദെൻ ഇതിൽ 3 ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ട്രാൻസ്ലേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 രീതിയിൽ നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇനിഷ്യൽ പോയിൻറ്റിലോട്ട് ആദ്യത്തെ, ഇപ്പം ഫോർ എക്സാമ്പിൾ 3 ട്രാൻസ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ പോയിൻറ്റിലൂടെ നമ്മൾ ഫസ്റ്റ് ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്യുക, കിട്ടുന്ന റിസൾട്ടിലോട് സെക്കൻഡ് ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്യുക, ദെൻ ഒബ്റ്റെയിൻ റിസൾട്ടിലോട് തേർഡ് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻസ്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ഹോമോജനസ് മെട്രിക്സിൻ്റെ ഹോമോജനസ് ഫോമിലുള്ള ആ മെട്രിക്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് മെട്രിക്സ് ഇനിഷ്യൽ പോയിൻറ്റിലോട്ട് അല്ലെങ്കിൽ ഇനിഷ്യൽ ഒബ്ജക്റ്റിലോട്ട് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഹിയർ ദ പോയിൻ്റ് ഈസ് ഓക്കെ, സോ ഹിയർ ദ പോയിൻ്റ് ഈസ് XY1. ഹോമോജനസ് ഫോമിൽ പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 6, 4, 1 എന്നുള്ള രീതിയിൽ എഴുതും. ദെൻ റൊട്ടേഷൻ മെട്രിക്സ്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസ്ലേഷൻ മെട്രിക്സ്. ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, -2 and -4, 2-dimensional മെട്രിക്സ് ആണ്, സോ 3x3 മെട്രിക്സ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്കെയിലിംഗ് മെട്രിക്സിൽ നമ്മൾ എക്സസും XYയും തന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. തേർഡ് വൺ ഈസ് റൊട്ടേഷൻ മെട്രിക്സ്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്, സോ റൊട്ടേഷൻ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ സോ ഹിയർ ദ ഫൈനൽ കോർഡിനേറ്റ്സ് ആർ, നമ്മൾ ഈ മെട്രിക്സ് എഴുതുമ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ടായിരിക്കണം നമ്മുടെ ഒബ്ജക്റ്റ് എഴുതേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് എഴുതേണ്ടത്. ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റ്, ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് ട്രാൻസ്ലേഷൻ, സെക്കൻഡ് വൺ ഈസ് സ്കെയിലിംഗ്, തേർഡ് വൺ ഈസ് റൊട്ടേഷൻ. അതിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, P, ട്രാൻസ്ലേഷൻ മെട്രിക്സ്, സ്കെയിലിംഗ് മെട്രിക്സ് ആൻഡ് റൊട്ടേഷൻ മെട്രിക്സ്. ദെൻ ഇതെല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിവിടെ മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നമുക്ക്
ഇത് രണ്ടും ചെയ്ത് ആ കിട്ടുന്ന റിസൾട്ടിനോട് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ ആ റിസൾട്ടിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഈ 3 മെട്രിക്സും കൂടെ കമ്പൈൻ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് റിസൾട്ട് മെട്രിക്സ് വേണമെങ്കിലും 641 നമുക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് ദ റിസൾട്ട് ഈസ് 081. 081 മീൻസ് ദിസ് ഈസ് ദി ന്യൂ എക്സ് ഡാഷ് ആൻഡ് ദിസ് ഈസ് ദി ന്യൂ വൈ ഡാഷ്. ഓക്കെ, ദെൻ the next question is the gray levels in an image g1xy range from a to b. അതായത് ഒരു ഇമേജിൻ്റെ ഗ്രേ ലെവൽസ് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റി വാല്യൂ എന്ന് പറയുന്നത് എ ടു ബി ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എ ടു ബി ആണ്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു എ ഇമേജ് g2xy in which the gray levels range from c to d using a linear transformations of its gray levels. Okay, then we need to derive the equation for g2xy as a function of g1xy by specifying the steps. അതായത് ഒരു ഇമേജിൻ്റെ ഗ്രേ ലെവൽ ഇനിഷ്യലി അതായത് g1x1 എന്ന് പറയുന്നത് എ ടു ബി റേഞ്ച് ആയിരുന്നു. അതിനെ നമ്മൾ g2xy എന്നുള്ള സി ടു ഡി റേഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിലോട്ട് അറൈവ് ചെയ്യുന്നതിന് വേണ്ടി 3 സ്റ്റെപ്സാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് we have to subtract a from each gray level to make the range between 0 to b minus a. നമ്മൾ ഗ്രേ ലെവൽസിൽ നിന്ന് a സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റേഞ്ച് a to b എന്ന് പറയുന്ന റേഞ്ച് 0 to b minus a എന്നാവും. Okay, then we have to multiply the result by d minus c by b minus c to make the range become 0 to d minus c എന്നുള്ള റേഞ്ചിലോട്ടാവും. ഓക്കെ, ആദ്യം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക a ഫ്രം ഈച്ച് ഗ്രേ ലെവൽ, ദെൻ ആ കിട്ടുന്ന ഓരോ റിസൾട്ടിലോട്ടും മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ഡി ബൈ സി ബൈ ബി ബൈ എ. ഓക്കെ, അപ്പോൾ ആ റേഞ്ച് 0 to d minus c ആവും. ഫൈനലി തേർഡ് സ്റ്റെപ്പ് ഈസ് വി ഹാവ് ടു ആഡ് സി ടു ദ റിസൾട്ട് ഫ്രം സ്റ്റെപ്പ് 2 ടു ഒബ്റ്റെയിൻ ദ റേഞ്ച് സി ടു ഡി. ഇങ്ങനെയാണ് ഈ 3 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 സ്റ്റെപ്സിനെ കൂടി സമ്മറൈസ് ചെയ്ത് കിട്ടുന്ന ഫോർമുലയാണ് g2xy g2xy equal to d minus c into by b by a into g1xy minus a plus c. അതായത് നമ്മൾ ആ ഓരോ ഗ്രേ ലെവൽസിൽ നിന്നും a മൈനസ് ചെയ്യുക, കിട്ടുന്ന റിസൾട്ടിൻ്റെ കൂടെ d ബൈ സി ബൈ ബി ബൈ എ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ അതിൻ്റെ റിസൾട്ടിൻ്റെ കൂടെ c ആഡ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് കൺവേർട്സ് ദ റേഞ്ച് a to b to the range c to d. ഓക്കെ, the next question is a triangle ABC with coordinates a00, b65 and c60 is scaled with the scaling factors x is equal to 2 and xy equal to 3 about the vertex c60. Find the transformed coordinate points. Okay, അപ്പോൾ ഹിയർ നമുക്കുള്ളത് ഒരു ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ ആൻഡ് ഹാവിങ് 3 പോയിൻറ്റ്സ്. ആൻഡ് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ടുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്കെയിലിംഗ് ആണ്. ആൻഡ് ദ 2 സ്കെയിലിംഗ് ഫാക്ടേഴ്സ് ആർ ഗിവൺ എസ് എക്സ് ആൻഡ് എക്സ് വൈ. ഹിയർ നമ്മൾ സ്കെയിലിംഗ് പെർഫോം ചെയ്യേണ്ടുന്ന ഒരു വേർട്ടെക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ട്രയാങ്കിളിലുള്ള ഒരു വേർട്ടെക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ട്രയാങ്കിളിലുള്ള സി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വേർട്ടെക്സ്, ദിസ് വേർട്ടെക്സ് 3 വേർട്ടെക്സ് ഉണ്ട്. അതിൽ സി എന്ന് പറയുന്ന വേർട്ടെക്സിനെ ബേസ് ചെയ്ത് സ്കെയിൽ ചെയ്യുക. മീൻസ് ആ സി എന്ന് പറയുന്ന വേർട്ടെക്സ് അവിടെ ഫിക്സഡ് ആയിരിക്കും. റിമൈനിങ് 2 വേർട്ടിസസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻലാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ദ ട്രാൻസ്ഫോർമേഷൻ വി അപ്ലൈഡ് ഈസ് വി ഹാവ് ടു അപ്ലൈ ഈസ് ജനറൽ ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ്. അതിൻ്റെ മെട്രിക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദ ജനറൽ ഇക്വേഷൻ ഫോർ സ്കെയിലിംഗ് വിത്ത് റെഫറൻസ് ടു എ ഫിക്സഡ് പോയിൻറ്റ് എക്സ് ഓഫ് വൈ എഫ്. ആ ഫിക്സഡ് പോയിൻറ്റ് നമ്മൾ എക്സ് ഓഫ് വൈ എഫ് എന്ന് എടുക്കുക, അല്ലെങ്കിൽ ജനറൽ ഫിക്സഡ് പോയിൻറ്റ് സ്കെയിലിംഗ്. ഓക്കെ, ദാറ്റ് ഇക്വേഷൻ ഈസ് ദിസ് വൺ, എസ് എക്സ് 0 എക്സ് എഫ് ഇൻറ്റു 1 മൈനസ് എക്സ് എക്സ് 0 എസ് വൈ വൈ എഫ് ഇൻറ്റു 1 മൈനസ് എസ് വൈ 0 0 1. അപ്പോൾ നമ്മൾ ആ പോയിൻറ്റിനകത്തോട്ട് ഈ പറഞ്ഞ മെട്രിക്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് ന്യൂ മെട്രിക്സ് ന്യൂ വാല്യൂസ് കിട്ടും. ഓക്കെ, സോ ഇഫ് ഈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ആ സ്കെയിലിംഗ് മെട്രിക്സിലോട്ട് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യുക, ദെൻ അതിനെ നമ്മൾ ട്രയാങ്കിളിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. അവിടെ നമുക്ക് ട്രയാങ്കിളിൽ തന്നിട്ടുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത് A00, A00, B65 ആൻഡ് C60 ആയിരുന്നു. അതിനെ നമ്മൾ 3/3 ഹോമോജനസ് ഫോമിൽ എഴുതി. ദെൻ അതിൻ്റെ കൂടെ സ്കെയിലിംഗ് മെട്രിക്സും കൊണ്ട് അപ്ലൈ ചെയ്തു. റിസൾട്ടൻറ്റ് വാല്യൂ ഇസ് ദിസ്, ദാറ്റ് ഈസ് എയുടെ ന്യൂ വാല്യൂ -60, ബിയുടെ ന്യൂ വാല്യൂ 615 ആൻഡ് സിയുടെ ന്യൂ വാല്യൂ 6
0. Okay. Just the final coordinates of triangle ABC after transformation are -6, 0, 6, 15 and 6, 0.